സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ വിളിക്കുന്ന പേരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ. വചനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന, വചനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, വചനത്തിനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈശോ വിളിക്കുന്ന പേരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ. അതെ, നമ്മെ എല്ലാവരെയും വചന ശുശ്രൂഷകരാണ് ആക്കിയിരിക്കുകയാണ് തമ്പുരാൻ. മാമോദീസായിലൂടെ നമ്മുടെ ദൗത്യം അതാണ്. സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ വിചാരിച്ചും പറയുന്നൊരു കാര്യമുണ്ട്, ഹെവൻ വിൽ റിവാർഡ് യു. നമുക്ക് പ്രതിഫലമുണ്ട്. നിത്യതയിൽ നമുക്കുള്ള ആ ഒരു പ്രതിഫലത്തിന് വേണ്ടി വലിയ ആഗ്രഹത്തോടെ നമുക്ക് മുന്നേറാം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, വചനത്തിൽ ദാഹത്തോടെ ആയിരിക്കാം. വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ പടരട്ടെ. വചനമനുസരിച്ച് ഒരു വലിയ സമാധാനത്തിലും സാന്ത്വനത്തിലും, നമുക്കറിയാമല്ലോ, വചനം വായിക്കുന്നതിന് മുമ്പും വചനം കേൾക്കുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ കേൾക്കുന്നൊരു വേർഡാണ് എന്താണ്? നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ സമാധാനം കൊണ്ടുവരുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.